നമുക്ക് നിറങ്ങളുടെ ഉത്സവമായ ഹോളി അതെങ്ങനെയാണ് കേരളത്തിൽ ആഘോഷിച്ചത്, ഉത്തരേന്ത്യൻ ജനത ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് ചായം പൂശിയും മധുരം വിതരണം ചെയ്തുമാണ് ഹോളി ആഘോഷിച്ചത്. ഇന്ന് ഉച്ചവരെ ഈ ആവേശം അങ്ങനെ തുടരുമെന്നാണ് അറിയുന്നത്. നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ വലിയ ഹോളി ആഘോഷങ്ങൾ നടന്നതെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഉത്തരേന്ത്യ ഈ ഹോളി ആഘോഷിക്കുന്നത് ഇപ്പോൾ? വീണ, ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഉത്തരേന്ത്യയിൽ ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഹോളി ദഹനം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. അതായത് തിന്മ ശക്തികളെയൊക്കെ തന്നെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് നന്മയുടെ ഊർജം സ്വീകരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഈ ഹോളി ദഹൻ എന്നുള്ളത്. ഭയങ്കര ഭജനയും ഒക്കെ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കി അതിനെ കത്തിക്കുന്ന ചടങ്ങാണ്, ഈ ഹോളിയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ക്ഷേത്ര ദർശനമാണ് ഉത്തരേന്ത്യക്കാരുടെ ഈ ഹോളി ആഘോഷങ്ങളുടെ ഒരു പതിവ് രീതി എന്നുള്ളത്. ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇതേപോലെ സമാനമായി ഈ മധുരപലഹാര വിതരണങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ കളറുകൾ വാരി വിതറുകയും പുഷ്പങ്ങൾ വാരി വിതറുകയും പൂക്കളൊക്കെ ഇങ്ങനെ വാരി വിതറുകയും വലിയ ആഘോഷമാണ് ഹോളി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തരേന്ത്യയിലെ ഡൽഹിയിലെ റെഡ് ഫോർട്ടിലെ ഗൗരി ശങ്കർ മന്ദിറിലാണ്. വളരെ പ്രാചീനമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ ഹോളി ആഘോഷം നടക്കുന്നതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. വലിയ കളറുകളൊക്കെ വാരി വിതറി വലിയ ആഘോഷമാണ്. ഒപ്പം തന്നെ ഈ ഭജനയും നമുക്ക് കേൾക്കാൻ കഴിയും. ഒപ്പം ഈ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഭക്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഹോളി എന്നുള്ളത്. ഇത് ഉത്തരേന്ത്യയിൽ മധുരയിൽ ഈ ഉത്തർപ്രദേശിലെ മധുരയിലാണ് വലിയ രീതിയിൽ ഈ ഹോളി ആഘോഷങ്ങൾ നടക്കുക. അവിടെ ഈ രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ സൂചന കൂടി ഈ ഹോളി ആഘോഷങ്ങളെ കരുതുന്നു. അവിടെ ഈ മധുര വൃന്ദാവനിൽ വലിയ ആഘോഷമാണ്. അതൊക്കെ ഇത് മധുര വൃന്ദാവൻ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ആകെ വലിയ ആഘോഷമാണ്. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, എത്ര വർണ്ണ വിസ്മയമാണ് ഈ ഹോളി ആഘോഷങ്ങൾ. പരസ്പരം ഈ വർണ്ണഛായങ്ങൾ പരസ്പരം ഈ വാരി വിതറുന്ന വലിയ സന്തോഷത്തിൻ്റെ ആഘോഷം, വലിയ ആഹ്ലാദത്തിൻ്റെ ആഘോഷമൊക്കെയാണ് ഈ ഹോളി എന്നുള്ളത്. ആ ഹോളി ആഘോഷങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഏതാണ്ട് ഉച്ച സമയം വരെ ഇങ്ങനെ സമാനമായ രീതിയിൽ ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറിയുള്ള ഈ ആഘോഷങ്ങൾ നിൽക്കും. ഇവിടെ എത്തുന്ന ആൾക്കാരുടെ ശരീരങ്ങളിൽ പരസ്പരം മുഖത്തൊക്കെ പരസ്പരം ഈ വർണ്ണഛായകൾ തേക്കും. ആർക്കും പരസ്പരം പരാതിയോ പരിഭവങ്ങളോ ഇല്ല. ഇന്നത്തെ ഈ ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ്, ഈ ഹോളിയുടെ പ്രത്യേകതയാണ് ഇങ്ങനെ വർണ്ണഛായങ്ങളൊക്കെ തന്നെ വാരിപ്പൂശുകയും വിതറുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഭക്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ ഗംഭീരമായി ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറി ഉള്ള വലിയ ആഘോഷങ്ങൾ ഇപ്പോൾ ഈ ഗൗരി ശങ്കർ മന്ദിറിൽ അത്തരം ആഘോഷങ്ങൾ, ഭക്തരുടെ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഭജന, വലിയ ശിവഭക്തി ഗാനം, ഒപ്പം തന്നെ ഈ വർണ്ണ വിസ്മയം, ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറുന്ന കാഴ്ച, അതാണ് ഇവിടെ നടക്കുന്നത്. വലിയ സിലിണ്ടറുകൾ, വലിയ ഈ ചായങ്ങൾ നിറച്ച വലിയ സിലിണ്ടറുകൾ തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ തുറന്ന് വെക്കുകയാണ്. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലുള്ള വലിയ സിലിണ്ടറുകളിൽ വലിയ ചായങ്ങൾ ഹൈ പ്രഷറിൽ ഈ കളറുകൾ നിറച്ച് അതിങ്ങനെ തുറന്നു വിടുകയാണ്. ഈ പരിസരമാകെ ഇങ്ങനെ വിവിധ വർണ്ണ ഛായകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പുരാണങ്ങളിൽ ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് ഈ ഹോളിയുമായി ബന്ധപ്പെട്ട്. ഹിരണ്യകശിപുവിനെ നരസിംഹ അവതാരം പിറവിയെടുത്ത് ഈ അദ്ദേഹത്തെ ഹിരണ്യകശിപുവിനെ വധിച്ച ദിനമെന്നുള്ള ഒരു സങ്കല്പവുമുണ്ട്. ഒപ്പം രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ സൂചന കൂടിയാണ് ഹോളി ആഘോഷം എന്നുള്ളത്. ഇതിനെല്ലാം ഉപരി തന്നെ ഈ മാനവികതയുടെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെയും പരസ്പരമുള്ള ഒരു വിശ്വാസത്തിൻ്റെയും ആഘോഷങ്ങളുടെയും മതമൈത്രിയുടെ ഒക്കെ ആഘോഷം കൂടിയാണ് ഉത്തരേന്ത്യയിൽ ഹോളി എന്നുള്ളത്. ഏതാണ്ട് കർണാടകത്തിൻ്റെ വടക്ക് ഭാഗം മുതൽ തന്നെ ഹോളി ആഘോഷിക്കുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതേപോലെ തന്നെ ഗോവയിൽ കൊങ്കണി ഭാഗമൊക്കെ തന്നെ വലിയ രീതിയിൽ ഹോളി ആഘോഷിക്കാറുണ്ട്. അതേപോലെ തന്നെ മധ്യപ്രദേശിലാണേലും ഗുജറാത്തിലാണേലും പഞ്ചാബിലാണേലും ഹരിയാനയിലാണേലും ഉത്തരേന്ത്യയിലാകെ വർണ്ണ വിസ്മയം തീർത്തുകൊണ്ടുള്ള വലിയ ആഘോഷമാണ് ആ ഹോളി. വലിയ ഉത്സവമാണ് ആ ഹോളി ആഘോഷിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ അവർ എത്രമാത്രമാണ് ഈ ഹോളിയെ ഭക്തിക്കൊപ്പം ആഘോഷം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആ ഹോളി എങ്ങനെ ആഘോഷിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വളരെ ആനന്ദപൂർവ്വമാണ് അവർ നൃത്തം ചവിട്ടുന്നത്. ഭഗവത് ഭക്തി ഗാനങ്ങൾ അത് ശ്രമിച്ചുകൊണ്ടും പാടിക്കൊണ്ടുമൊക്കെ തന്നെ വലിയ സന്തോഷത്തിൽ, വലിയ ആരവത്തിലാണ് ഈ ഹോളി ആഘോഷം
ആഘോഷങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഈ ഹോളി ആഘോഷങ്ങൾ ഈ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നു. ഒപ്പം തന്നെ ലോകത്തിൻ്റെ പല മേഖലകളിലും സമാനമായ ആഘോഷങ്ങൾ. എവിടെയൊക്കെ ഈ ഹൈന്ദവ സംസ്കാരമുണ്ടോ അവിടെയെല്ലാം തന്നെ ഇങ്ങനെ ഹോളി ആഘോഷിക്കപ്പെടുന്നു. ഒപ്പം തന്നെ പഞ്ചാബി സമൂഹവും സിഖ് സമൂഹവും ഈ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഏവർക്കും ഈ ആഘോഷം എന്നതിന് ഉപരി ഒരു ഭക്തിയുടെ കൂടി ഒരു ഉത്സവമാണ് ഈ ഹോളി ആഘോഷം. പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലം കടന്നുപോയി വസന്തകാലത്തിൻ്റെ ഒരു വരവ് കൂടി ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഹോളി എന്നുള്ളത്. ഇങ്ങനെ വർണ്ണ വിസ്മയങ്ങൾ, ഈ കളറുകളൊക്കെ തന്നെ വാരി വിതറി ഈ ആഘോഷങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വരെ ഇങ്ങനെ തുടരും. ഒപ്പം ഈ ഡൽഹിയുടെ രാജ്യത്തിൻ്റെ ഒക്കെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവർ എത്രമാത്രമാണ് അവർ ആഹ്ലാദിക്കുന്നത്, ഈ ഹോളി എത്രമാത്രമാണ് അവർ ആഘോഷിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ഇന്ന് സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ഒക്കെ തന്നെ അവധിയാണ്. വലിയ ആഘോഷമാണ് ഉത്തരേന്ത്യയിൽ ഹോളി എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാകും ഒരുപക്ഷെ ഈ ഹോളി അത്രമാത്രം വലിയ ആഘോഷമായി കരുതപ്പെടാത്തത്. ഉത്തരേന്ത്യയിലാകെ അല്ലെങ്കിൽ ഏതാണ്ട് കർണാടകയുടെ ഉത്തരഭാഗം മുതൽ ഇങ്ങ് ഭാരതം മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഹോളി. ഇന്നിപ്പോൾ ഈ ഹോളിയോടനുബന്ധിച്ച് രാജ്യത്താകെ സുരക്ഷ കൂടി കർശനമാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ റംസാൻ മാസം കടന്നു പോകുന്നു. രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഉച്ചവരെ ഹോളി ആഘോഷങ്ങൾ നിൽക്കുന്നു. നമുക്കറിയാം ഹോളിയുടെ പ്രത്യേകത ഇങ്ങനെ പരസ്പരം ഈ കളറുകൾ വാരി വിതറി ഉള്ള ആഘോഷമാണ് ഹോളി. അങ്ങനെ ഈ നിസ്കരിക്കാൻ വരുന്ന അല്ലെങ്കിൽ അത്തരം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്പർദ്ധയ്ക്ക് അത് കാരണമാകുമോ ഒക്കെയുള്ള സംശയങ്ങളുടെ അല്ലെങ്കിൽ അത്തരം ഇൻ്റലിജൻസ് വിവരങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല ഭാരതത്തിലുടനീളം അത്തരം കനത്ത സുരക്ഷയിൽ കൂടിയാണ് ഈ ആഘോഷങ്ങൾ കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഡൽഹിയിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഡൽഹി പോലീസ് പരിശോധിച്ചു തുടങ്ങിയിരുന്നു. അതേപോലെ തന്നെ ആഘോഷങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ ഡൽഹി നിയമസഭയിലൊക്കെ വലിയ ആഘോഷങ്ങളായിരുന്നു. ഈ ഹോളി ദഹൻ എന്ന ആഘോഷം വലിയ രീതിയിൽ മന്ത്രിമാരും സ്പീക്കറും അടങ്ങുന്ന വലിയ ആഘോഷമായിരുന്നു ഇന്നലെ ഡൽഹി നിയമസഭയിൽ നടന്നത്. ഒപ്പം അതേപോലെ തന്നെ മന്ത്രിമാരുടെ വീടുകളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രി, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഇന്നലെ അവരുടെ വീടുകളിൽ ഈ ഹോളി ദഹൻ എന്ന് പറയുന്ന ആഘോഷം, അത് ഈ ഹോളി ദഹനത്തിന് തൊട്ടു മുന്നേയുള്ള ചൊണ്ടാ ഹോളി ദിവസം രാത്രിയിൽ നടക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് ഇന്നലെ ഈ പ്രമുഖരൊക്കെ തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തു. മാത്രമല്ല ഇന്നലെ ഡൽഹിയിലും റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ഇങ്ങനെ ഈ ഹോളി ദഹൻ ചടങ്ങുകൾ, ആദ്യം ഭജന, പിന്നീട് ഒരു രൂപമുണ്ടാക്കി അതിനെ കത്തിക്കുന്ന ഒരു ചടങ്ങാണ് ഹോളി ദഹൻ. അതോടുകൂടിയാണ് ഈ ഹോളി ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ഇന്ന് രാവിലെ ഈ ക്ഷേത്ര ദർശനം, ഇതേപോലെ തന്നെ ഭജന, ഇങ്ങനെ ഇതോടുകൂടി ഈ ക്ഷേത്ര ദർശനത്തോടുകൂടി തന്നെ അവരുടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ഇങ്ങനെ താളമേളങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ വർണ്ണങ്ങൾ വാരിയിതറിയുള്ള ഉത്സവം ഏതാണ്ട് ഉച്ചവരെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയിൽ, ആധ്യാത്മിക അനുഭൂതി കൂടി സ്വീകരിച്ചുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടുന്ന കാഴ്ച ഉത്തരേന്ത്യയിലുടനീളം കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇന്നിപ്പോൾ ഇത് തെരുവുകളിലേക്ക് വ്യാപിക്കുകയാണ്. ഓരോ തെരുവുകളിലും ഇതേപോലെ തന്നെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള ആഘോഷങ്ങളാകും തെരുവുകളിൽ നടക്കുക. റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ച്, അതേപോലെ തന്നെ ഇന്നലെ ഇന്നിപ്പോൾ അവധിയായിട്ട് സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഇന്നലെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കോളേജുകളിൽ ഇപ്പോൾ JNU അടക്കമുള്ള ക്യാമ്പസുകളിൽ ഇന്ന് വലിയ ആഘോഷം ഈ ഹോളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ളത് ഇതേപോലെ ഈ കൊച്ചു കുട്ടികളടക്കം വലിയ ആഘോഷമാണ്. ഹാപ്പി ഇങ്ങനെ കുടുംബസമേതം വന്നിട്ടുള്ള വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ സമാനമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാന്ദിനി ചൗക്ക് റെഡ് ഫോർട്ടിൽ ഉള്ള ഗൗരീശങ്കർ, പ്രാചീന ഗൗരീശങ്കർ മന്ദിറിലാണ്. ഇവിടെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ഇതേപോലെ തന്നെ കൊണാക്ഷേത്രത്തിലുള്ള ഹനുമാൻ മന്ദിറുണ്ട്, അവിടെയും വലിയ ഭക്തജന തിരക്കാണ്. ഡൽഹിയിലെ പല ഭാഗങ്ങളിലുള്ള പ്രാചീന ക്ഷേത്രങ്ങളിൽ ജിണ്ടേവാല ഹനുമാൻ ക്ഷേത്രമുണ്ട്, അവിടെയും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനൊപ്പം തന്നെ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ
തെരുവുകളിലേക്ക് കൂടി ഈ ആഘോഷങ്ങൾ വ്യാപിക്കുകയാണ്. ഈ രാവിലത്തെ ക്ഷേത്ര ദർശന ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങൾ ഇനി തെരുവുകളിലേക്ക്, വീടുകളിൽ ഉള്ളിലേക്കും പുറത്തേക്കുമൊക്കെ വ്യാപിച്ച് വലിയ വർണ്ണ വിസ്മയങ്ങൾ, മധുരപലഹാരങ്ങളെ സമീപിക്കുക അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് മധുരപലഹാരങ്ങളുമായി പോവുക എന്നുള്ളതാണ്. ഉച്ചവരെയാണ് ഇങ്ങനെ ഈ കളറുകളൊക്കെ വാരി വിതറിയുള്ള അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ ദേഹത്തൊഴിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇത് ബന്ധുജനങ്ങളെ സമീപിക്കുവാനുള്ള ഒരു ആഘോഷമായി മാറുന്ന ഒരു കാഴ്ചയാണ് സാധാരണ ഹോളിയുടെ ഭാഗമായി നടക്കുന്നത്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും. അതേപോലെ തന്നെ ഈ സാധു ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. അതായത് സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതും ഈ ഹോളിയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. ആത്യന്തികമായി എല്ലാം ഒരു ഭക്തിയുടെ പിൻബലത്തിൽ നടക്കുന്ന ആഘോഷമാണ്. ആ ആഘോഷം ഉത്തരേന്ത്യയിലാകെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. വീണ.